ഹലോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇഡലിയും സാമ്പാറും വിളമ്പി. പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ ധാരാളം എടുത്തു കഴിക്കാം. കുറച്ച് ഇഡലി 2 ഇഡലി കഴിച്ചാൽ മതി. ബാക്കി കഷ്ണങ്ങളും പരിപ്പുമൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കാം. എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദോശയോ ഇഡലിയോ ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല. കറികൾ മാറിയാൽ മതി. ഒരു ദിവസം ചട്നി, ഒരു ദിവസം സാമ്പാർ, ഒരു ദിവസം കടലക്കറി, മുട്ട റോസ്റ്റ്. ഏത് സമയം ചോറ് അധികം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ വിധത്തിലുള്ള വിഭവങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും ഗോതമ്പിൻ്റെ വിഭവങ്ങളാണ് ഇഷ്ടം. തിങ്കളാഴ്ച മോടെ ഹസ്ബൻഡ് വരും, മോൻ വരും. അന്നേരം പിന്നെ കൂടുതലും ഗോതമ്പിൻ്റെ വിഭവങ്ങളാണ്. ചപ്പാത്തി, പൂരി, പുട്ട്, ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ മടക്സാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ശരി, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഞങ്ങളൊരല്പം നേരത്തെ കഴിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളൊക്കെ വിളിക്കും. അതിനുവേണ്ടിയാണ് സ്കൂളിൽ പോകുന്നതെന്ന്. ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് കഴിക്കും. ഓക്കേ. ഹലോ, ഇന്ന് ഫ്രൈഡേ മോർണിംഗ് 10 മണിയായി. ഇന്ന് ഒരു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് കുറച്ച് കറി വെക്കണം, കുറച്ച് ഫ്രൈ ചെയ്യണം, ഒരു ഗ്ലാസ് ബിരിയാണി അരിയുണ്ട്. ഇതുകൊണ്ട് നമുക്കിന്നൊരു ബിരിയാണിയും ഉണ്ടാക്കണം. അതിനുള്ള ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. 3 സവാള, 2 പച്ചമുളക്, തക്കാളി ആവശ്യത്തിന് എടുക്കണം. ഒന്നിച്ച് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അരി പിന്നെ ഒരു ഗ്ലാസ്സേ ഉള്ളൂ, അത് മതി. പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ചതാണ്, അതെൻ്റെ കയ്യിൽ ഇരുന്നതാണ്. പിന്നെ പപ്പടം വാങ്ങിച്ചിട്ടുണ്ട്, തൈരുണ്ട്, പിന്നുള്ളത് കാഷ്യൂ കിസ്മിസ്. ഇത്രയും കാര്യങ്ങൾ ബിരിയാണിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ശരിയാക്കിയിട്ട് വേണം. കുറച്ച് അരിയണം. അരിഞ്ഞൊക്കെ എടുത്തിട്ട് വേണം ഇനിയും ബിരിയാണി ആക്കാനായിട്ട്. ബാക്കി കറി വെക്കാനോ ഫ്രൈ ചെയ്യാനോ ഒക്കെ ആക്കി മാറ്റി വെക്കാം. ഹലോ, ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അടുപ്പ് കത്തിച്ചു. പ്രഷർ കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയറിലാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം അരിഞ്ഞും ചതച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡിയാക്കി വെച്ചു. ഹാഫ് ചിക്കനെ എടുക്കുന്നുള്ളൂ, ബാക്കി ഹാഫ് ചിക്കൻ വെക്കുന്നുണ്ട്. അതിനകത്ത് ചേർക്കാനുള്ള പൊടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി എല്ലാം അരിഞ്ഞു വെച്ചു, അതും ശരിയാക്കി വെച്ചു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചതച്ച് വെച്ചു. ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തൈര്, ഉപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ലോ ഫ്ലെയറിലാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഹോൾ സ്പൈസസ് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുകയാണ്. സ്പെക്റ്റുല എടുക്കട്ടെ. എല്ലാം ഒരുവിധം ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് സവാള, 2 സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ചിക്കനകത്തൊക്കെ നെയ്യുള്ള ചിക്കനാണ്, അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട. 2 ടേബിൾ സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചുള്ളൂ, അത് മതിയാവും. സവാള ഒരുവിധം ഒന്ന് വഴലട്ടെ. ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഉപ്പ് പരുവത്തിനാക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർക്കാം. 2 സവാളയും 2 തക്കാളിയുമാണ് എടുത്തത്.
തീ ലോ ഫയറിലാണ്. തക്കാളി നല്ലതുപോലെ വെന്തുടയണം. അതുവരെ നമുക്ക് ലോ ഫയറിലാക്കാം. ഈ മണിക്ക് അല്പം ഹൈ ഫയറിലോട്ടാക്കി വേഗം ഒന്ന് ശരിയാകട്ടെ. തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഇതിനകത്ത് ഒരു ടീസ്പൂൺ, ഒരു 1.5-1.5 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 2-3 സ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി. ഇത് നല്ലതുപോലെ ഇളക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു തവി 2-3 ടേബിൾ സ്പൂൺ വേണം തൈര് ചേർക്കാം. ഒരു ചെറിയ തവിയാണ് തൈര്. വീണ്ടും നമുക്ക് ഇളക്കാം. ഉപ്പ് നോക്കണം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കണം. ഉപ്പൊക്കെ ഇവിടെ പാകത്തിനുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ലെഗ് 2 ഇതിനകത്താണ് ചേർത്തത്. കരളുമൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തു. ചോറിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് കഴിക്കാം. തന്നെ അല്ലാതെ കറി വെച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത്. നമുക്ക് മാറ്റി ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ ഏത് പീസ് വേണമെങ്കിലും നോക്കിയെടുത്ത് കഴിക്കാം. കരള ഇതൊക്കെ ഞാനാണ് കഴിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കഴിക്കുമായിരുന്നു. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് ഹൈ ഫയറിലാക്കിയിട്ട് എല്ലാം കൂടെ ചേർത്ത് ഞാൻ അടച്ച് ഒരു വിസിൽ കേൾപ്പിക്കാം. ഒരു വിസിൽ കേട്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അരി ചേർക്കാൻ. ഇല്ലെങ്കിൽ ചിക്കൻ അത്ര അധികം വേഗത്തില്ല. അപ്പോൾ ഹൈ ഫയറിലാക്കി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രഷർ കുക്കർ തുറന്നു. അതിൽ നിന്ന് ചിക്കൻ ലെഗ് 2 പീസും മാറ്റി വെച്ചു. അതൊക്കെ ഫ്രൈ ചെയ്യണം. അത് ഏറെക്കുറെ വെന്ത് കഴിഞ്ഞല്ലോ. ഫ്രൈ ചെയ്യുക. ഇതിനകത്ത് ചില മസാലയൊക്കെ പുരട്ടണം. ഇനി ബാക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളം കാണും. ഇതിനകത്ത് കുറച്ച് അല്പം വെള്ളം ഒട്ടും ഒഴിച്ചില്ല. അതിനകത്തെ വെള്ളമൊക്കെയാണ്. ഇതിനകത്തോട്ട് നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്തു. വീണ്ടും ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ അളന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഇതിനകത്തായിട്ടുണ്ട്. അരി മുകളിൽ കിടക്കട്ടെ. ചിക്കൻ വെന്ത് പോയിട്ടില്ല. വേകുന്നതേ ഉള്ളൂ. സമാസമം വേകുന്നതേ ഉള്ളൂ. കിടക്കട്ടെ. എല്ലാ പീസുകളും ഒക്കെ ഉണ്ട്. ഉപ്പ് പാകത്തിനാക്കിയിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് ഹൈ ഫയറിൽ ഒരു വിസിൽ, അല്ലെങ്കിൽ മാക്സിമം ഞാൻ 2 വിസിൽ അടുപ്പിക്കും. എങ്കിലേ അരിയുമൊക്കെ ഇതുമായിട്ടൊന്ന് യോജിച്ചൊക്കെ വരത്തുള്ളൂ. അല്പം കുഴഞ്ഞു പോയാലും അത് ഞങ്ങൾക്കൊരു ടേസ്റ്റാണ്. റെസ്റ്റോറൻ്റൊന്നും അല്ലല്ലോ. ഒരല്പം ഉപ്പൂടെ വേണം ചേർക്കാം. മതി. ഉപ്പത്തെ അല്പം കുറഞ്ഞിരിക്കട്ടെ. ചോറുണ്ടല്ലേ. മതി. ഉപ്പ് പാകത്തിനാക്കി ചിക്കൻ വെന്ത് പോയിട്ടില്ല. അതിനടുത്ത് നോക്കി അല്പം കൂടെ വേകാനുണ്ട്. പിന്നെ നമുക്ക് പ്രഷർ കുക്കർ അടച്ച് അതിനകത്ത് മല്ലിയില അങ്ങനെയുള്ള ഒന്നും ഇടുന്നില്ല. ഒന്നും നമ്മളിവിടെ ശരിയാകത്തില്ല. ഇതടച്ചു. തീ കത്തിക്കാം.
ഹൈ ഫയറിൽ 2 വിസിൽ. അതിനപ്പുറം ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. വെയിറ്റ് വെച്ചു. ഹൈ ഫയറിൽ 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു അരമണിക്കൂർ, മാക്സിമം അരമണിക്കൂർ അത്രയായി കഴിയുമ്പോൾ ബിരിയാണി വെന്ത് സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാഷ്യൂ കിസ്മസൊക്കെ വറുത്തത് ചേർത്തു. മുട്ട പുഴുങ്ങിയതൊന്നും വേണ്ട, ദിവസവും മുട്ട കഴിക്കുന്നുണ്ടല്ലോ. അപ്പോഴേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ. മണി 1 കഴിഞ്ഞു. ബിരിയാണി ശരിയാക്കി മേശപ്പുറത്താക്കി. അടുക്കളയിൽ നല്ല ജോലിയായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധു മരിച്ചു. പ്രായമുള്ളൊരു അച്ഛനാണ്, 102 വയസ്സുണ്ട്. മക്കളൊക്കെ ഇനി വിദേശത്തുനിന്ന് വരണം. ഒരു മോനും ഇവിടെ ഉണ്ട്. രാവിലെ അറിയിച്ചു. അപ്പോൾ അതിൻ്റെ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരെയും അറിയിക്കണമല്ലോ. കുറേ പേര് ഓരോരുത്തരെ ചുമതലപ്പെടുത്തും. അവരുടെ കുടുംബങ്ങളെ സഹോദരങ്ങളെയൊക്കെ അറിയിക്കണം. അങ്ങനെ രാവിലെ കുറേ പേരെ വിളിച്ചു. കുറേ കോളുകൾ വന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തു. വീണ്ടും ഒരു 11:30 മണിക്കാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത്. കുഴപ്പമില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അടുക്കളുണ്ടായിരുന്നെങ്കിൽ അവരും വന്ന് കുറേയൊക്കെ സഹായിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് 2 ചിക്കൻ ലെഗ് വറുത്തിട്ടുണ്ട്. 2 ചിക്കൻ ലെഗ് വറുത്തു. പപ്പടം കാച്ചി, തക്കാളി ഉള്ളി എല്ലാം കൂടെ ഒരു സലാഡ്, പിന്നെ നമ്മുടെ ബിരിയാണി ഉണ്ട്. ബിരിയാണി നല്ലതായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഭക്ഷണം കഴിക്കാം. അപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിക്കാം. ഇന്ന് ബിരിയാണിയാണ്. പിന്നെ ഇച്ചിരി സലാഡും ഒരു ചിക്കൻ ഫ്രൈഡ് എടുത്ത്, പപ്പടമുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്. ബിരിയാണിയോട് ഒരു ഇഞ്ചിക്കറി വേണ്ട എന്നുള്ളതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ഫ്രൈയും എടുത്തു. മതിയല്ലോ, ഗ്രാൻഡായിട്ട് ഫുഡുണ്ട്. എരിയൊക്കെ ഒരു ഉള്ള ബിരിയാണിയാണ്. അതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേകം ഒരു നാരങ്ങ ഉണ്ട്, അത് ഹസ്ബൻഡിന് വേണ്ട. മാങ്ങ ഇല്ല, ഇഞ്ചിക്കറിയും ഇതിൻ്റെ കൂടെ വേണ്ട. ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാം.